മറ്റൊരു സഹോദരിയുടെ ഒരു സംശയമുള്ളത് എന്താ വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ ഉമ്മാക്ക് ഇപ്പോൾ വയസ്സായതുകൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, കാൽമുട്ട് വേദന അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ വന്നു പോകുമ്പോൾ ഇവർക്ക് ഭർത്താവിന് 4 സഹോദരിമാരുണ്ട്. അവരിൽ പലരും ഗൾഫിലുമാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് നീ അവളെ കൊണ്ടുപോകണം, ഇവിടെ ഉമ്മാനെ നോക്കാൻ, പിന്നെ ഇവിടെ നിർത്തിക്കൂടെ. അപ്പോൾ തൊട്ടടുത്ത് 2 സഹോദരിമാർ താമസമുണ്ട്. അപ്പോൾ അവർ നോക്കാതെ ഈ പെണ്ണിന് എന്ത് ചെയ്യാണ്, പോകുന്നത് മുടക്കണം. ഇവരാണെങ്കിൽ ഉമ്മയാണെങ്കിൽ പെൺകുട്ടികൾ എന്താണോ പറയുന്നത് അതാണ് അവർക്ക് വേദവാക്യം എന്നാണ് അവർ പറയുന്നത്. ഭർത്താവിന് ഇവരെ കൊണ്ടുപോകാൻ തന്നെയാണ് എന്തുള്ളത് താല്പര്യം. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇനി ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കാതെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ പോയാൽ അതൊരു വലിയ തെറ്റാകുമോ എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്. അതിലും തീരുമാനമെടുക്കേണ്ടത് ഭർത്താവാണ്. കാരണം ഭർത്താവ് ഇപ്പോൾ നമ്മളിപ്പോൾ തെറ്റാവില്ല, അവൾക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞാലും അയാൾ കൊണ്ടായാലേ പോകാൻ പറ്റുള്ളൂ. പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കായിരിക്കും ഉണ്ടായിരിക്കാം, അയാൾക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അയാൾക്ക് കൊണ്ടുപോകുന്നതിന് ഒരു വിരോധമല്ല. മനസ്സിലായി? ഉമ്മനെ അങ്ങനെ ഇരുന്ന് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ നോക്കാനുള്ള ചുമതല അയാൾക്കാണ്, അവൾക്കല്ല. അവളുടെ ജീവിതം അവൾ നഷ്ടപ്പെടുത്തി നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇയാൾ വിവാഹം കഴിച്ചത് അയാളുടെ കൂടെ ഭാര്യ താമസിപ്പിക്കാനാണ്. അയാളുടെ കൂടെ താമസിക്കാൻ എന്നുള്ളത് അവളുടെ ഒരു അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും എന്ത് ചെയ്യണം, അവളെ കൊണ്ടുപോകുന്നതിനോ അവൾ കൂടെ പോകുന്നതിനോ ഇസ്ലാമിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഉമ്മനെ സംരക്ഷിച്ചുള്ള ഉമ്മൻ്റെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കണം. അത് ഉമ്മ പെങ്ങന്മാർ നോക്കിയാൽ പോരാ, വേറെ നോക്കണം എന്നൊന്നും ഉമ്മ വാശി പിടിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. പിന്നെ അത് ന്യായമല്ലല്ലോ. മനസ്സിലായി? ഇവരെ ഭർത്താക്കന്മാരുടെ കൂടെ നിന്നുകൊണ്ട് പെൺമക്കൾക്ക് ഇവരെ നോക്കാൻ കഴിയും. അങ്ങനത്തെ സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ ഏറ്റെടുക്കാണ് വേണ്ടത്. ഇതിലൊരു ബുദ്ധിപരമായ തീരുമാനം ആരെടുക്കണം? ഭർത്താവ് എടുക്കണം. എന്നിട്ട് തൽക്കാലം എന്ത് ചെയ്യുക, ഒരു 2-3 മാസം മുമ്പ് ഞാൻ അവളെ കൊണ്ടുപോട്ടെ എന്ന് പറയാം. എന്നിട്ട് അവിടെ പോയി നിൽക്കുക. സ്വാഭാവികമായും എന്ത് ചെയ്യുക, അവിടെ നിൽക്കേണ്ട ആവശ്യം, അയാൾക്ക് ഭക്ഷണം വേണം, ജീവിതം വേണം, ഭാര്യയാണ്, പല ആവശ്യങ്ങളുണ്ടല്ലോ. അതൊക്കെ എൻ്റെ മോന് നഷ്ടപ്പെടുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഭാര്യനാണ് കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഉമ്മമാരങ്ങനെ ചിന്തിക്കണില്ല. ഇപ്പോൾ മകനൊരു ഭാര്യ ഉണ്ടാകുമ്പോൾ അവൻ എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ നിൽക്കുന്നുണ്ടാവുക. ഉമ്മക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. അവൻ അവിടെ മുഴുവൻ എന്തായിരിക്കും, പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെയുള്ള റൂമിലെ മുഴുവൻ ആൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. ഒരു ഭാര്യയുള്ള ഒരാൾക്ക് ഭാര്യനെ കൊണ്ടുപോകാൻ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സ്നേഹമുള്ള ഉമ്മ എന്താണ് ചെയ്യുക, കൊണ്ടുപോകാൻ അനുവദിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ അനുവദിക്കാതിരിക്കുന്നതൊക്കെ എന്താണ്, അവരുടേതായ ചില സങ്കുചിതത്വങ്ങളെ കൊണ്ട് മാത്രം സമ്മതിക്കാതിരിക്കുന്നതാണ്. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ.